നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു വരികയാണ്. ഇന്ന് നമുക്ക് മിഥുനക്കൂറുകാരുടെ വരുന്ന ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ ഒന്ന് പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 12-ലാണ്, ശനി 9-ലാണ്, രാഹു 10-ലാണ്, 4-ാം ഭാവത്തിൽ കേതുവുണ്ട്. ഇപ്രകാരം മാസാരംഭത്തിൽ ബുധൻ സ്വക്ഷേത്ര ബലവാനായി മിഥുനം രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുകയാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ജൂലൈ മാസത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകളൊക്കെ വന്നുകൂടിയേക്കാം. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, ബിസിനസ് സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പണം ചെലവാക്കേണ്ടി വരിക, ഇങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക ചെലവുകൾ അപ്രതീക്ഷിതമായിട്ട് വന്നേക്കാം. ബാധ്യതകളും അതുമൂലം വന്നേക്കാം. എന്നിരുന്നാലും സ്ഥിരോത്സാഹത്തിലൂടെ ഇതെല്ലാം പരിഹരിച്ച് സാമ്പത്തിക വിഷമതകളെ മിഥുനക്കൂറുകാർക്ക് മറികടക്കാനായിട്ട് സാധിക്കും. നേതൃസ്ഥാനങ്ങളിലൊക്കെയുള്ള മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂല സമയമാണ്. കഫ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അലർജി രോഗങ്ങളോ ഞരമ്പ് രോഗങ്ങളോ ഒക്കെ മിഥുനക്കൂറുകാർക്ക് നേരിടേണ്ടതായിട്ട് വന്നേക്കാം. എഞ്ചിനീയറിംഗ് മേഖലകളിലൊക്കെ തൊഴിൽ ചെയ്യുന്നവർ, കമ്പ്യൂട്ടർ രംഗത്ത് തൊഴിൽ ചെയ്യുന്നവർ, മെഡിക്കൽ രംഗത്ത് തൊഴിൽ ചെയ്യുന്നവർ എന്നിവർക്കൊക്കെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുന്ന മാസമാണ്. പ്രൊഫഷണൽ കോഴ്സുകളിലൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഉയർന്ന വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പുതിയ മേഖലകളിലൊക്കെ പഠനത്തിന് ചേരാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. നേതൃസ്ഥാനത്തൊക്കെ ഉള്ളവർക്ക് വളരെ നല്ല അനുകൂല സമയമാണ്. നല്ല അവസരങ്ങൾ തേടിയെത്തുന്നതാണ്. രോഗം ഒക്കെ വലച്ചുകൊണ്ടിരുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അല്പം ആശ്വാസം ഉണ്ടാകുന്ന സമയം കൂടിയാണ്. ദോഷപരിഹാരത്തിനായി ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക, ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക, മഹാവിഷ്ണുവിനെ പാൽപായസം നടത്തുക എന്നിവയിലൂടെ ദോഷങ്ങളെ ഇല്ലാതാക്കി ഗുണഫലങ്ങൾ വർദ്ധിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് കർക്കിടകക്കൂറുകാരുടെ സമ്പൂർണ്ണ ജൂലൈ മാസത്തിലെ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.